Hi dears, Itz Me Amaluz. Welcome back to my channel. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഫ്രെയിമാണിത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഫ്രെയിമിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും ഈ ഫ്രെയിം തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ പതിവിൽ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലെ അതൊന്ന് വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചെറിയൊരു പേപ്പർ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇതൊരു പൂവിൻ്റെ സ്റ്റെമ്മ് പോലെയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ഒരു ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ആദ്യമേ ഈ ഫ്രെയിമിലൊന്ന് വൈറ്റ് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആയതുകൊണ്ട് ഫ്രെയിം ബ്ലാക്ക് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ച് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ ചുരുട്ടിയെടുത്തിരുന്ന ഇതെല്ലാത്തിനും കൂടി ഒന്ന് ബ്ലാക്ക് കളർ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു പേപ്പർ എടുക്കാം. ഇത് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല, സ്ക്വയർ റെക്റ്റാങ്കിൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് മടക്കി എടുക്കുക കേട്ടോ. ഇത് നമ്മൾ ശരിക്കും സിക്സാക്ക് ആയിട്ടാണ് മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സിക്സാക്ക് ആയിട്ട് മടക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നിവർത്തിയതിന് ശേഷം സിക്സാക്കായിട്ട് ഏറ്റവും കുഞ്ഞായിട്ട് തന്നെ ഒന്ന് മടക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞായിട്ട് മടക്കണം. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതേപോലെ തന്നെ ചെയ്താൽ മതി. നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഹോം ഡെക്കർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു വോൾ ഡെക്കർ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇത് കാണാനും കേട്ടോ. നമുക്ക് ഉള്ളത് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്യൂട്ട് ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിതുപോലെ ഒരു കളർ പേപ്പറും പിന്നെ ഒരു ഫ്രെയിമും ഉണ്ടെങ്കിൽ മതി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പോലെ ഫ്രെയിം നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കി എടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് സിക്സാഗായിട്ട് നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമ്മൾ നേരെ സെൻറ്ററിൽ നിന്ന് നടുക്ക് പിടിച്ചിട്ട് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ പിടിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മാർക്ക് ചെയ്തൊന്ന് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അറ്റം നമ്മളൊന്ന് കൂർപ്പിച്ചൊന്ന് കട്ട് ചെയ്യും. നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അറ്റം നമ്മുടെ പെറ്റൽസിൻ്റെ ഫ്ലവറിൻ്റെ ഒരു അറ്റം വരുന്ന പോലെ ഇതേപോലെ രണ്ട് കോണുകൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നിവർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു ലുക്ക് കിട്ടും. കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ സെൻട്രൽ പോർഷൻ ഇവ രണ്ടായിട്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. അപ്പോൾ സെൻട്രലിൽ ഒന്ന് ഗ്ലൂ കൂടെ ഒന്ന് തേച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് നിവർത്തി എടുക്കുകയാണെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് കണ്ടു ഇതേപോലെ വരും, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സെൻട്രലിൽ നമുക്കൊന്ന് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ കുറച്ച് എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു 5-6 ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളുടെ പേപ്പർ നമ്മൾ സ്റ്റെമ്മായിട്ട് കൊടുക്കാനായിട്ട് എടുത്തേക്കുന്ന പേപ്പർ നമ്മൾ ബ്ലാക്ക് കളറൊന്ന് അപ്ലൈ ചെയ്തും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പം ഇത് നമ്മളൊന്ന് നമ്മളൊന്ന് വളച്ചു കൊടുക്കണം. അപ്പോൾ ഈ പേപ്പർ ആയതുകൊണ്ട് ഇതുപോലെ വളഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ വളച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്ലവറും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒരു പണിയില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ അല്ലെങ്കിൽ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ഫാമിലി. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതൊന്ന് ഇതിനകത്തേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റെമ്മിന് ബ്ലാക്ക് കളർ കൊടുത്തുകൊണ്ടാണ് ഞാൻ ബാക്കിൽ പേപ്പർ ഒട്ടിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നാലേ നമുക്കിത് എടുത്ത് കാണത്തുള്ളൂ. ഇപ്പോൾ നമുക്കത് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എൻ്റെ ഈ പൂക്കളും കൂടി ഇതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. നമുക്ക് അടിപൊളിയായിട്ടൊരു വോൾ ഡെക്കർ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് കാണാനായിട്ട് കേട്ടോ. ഇപ്പം നമ്മളെല്ലാ പൂക്കളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.